ഫക്രുദ്ദീൻ സാറേ നമസ്കാരം. നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം അത് ഒരു ചൂടേറിയ ടോപ്പിക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ഫലസ്തീനും അതുപോലെ ഇസ്രായേലുമായിട്ട് നടക്കുന്ന സംഘർഷമായിരുന്നു വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇസ്രായേലും ഇറാനും ആയിട്ടുള്ള സംഘർഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായി തന്നെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇടപെട്ടത് കൊണ്ട് മാത്രം തീരാവുന്ന പ്രശ്നങ്ങളാണോ പശ്ചിമേഷ്യ നടക്കുന്നത്? അല്ല, ഇവരൊക്കെ ഇടപെട്ടോണ്ട് തീരാണെപ്പോഴേക്ക് തീരില്ലായിരുന്നു. ഇത് 10-20 വർഷമായില്ലേ പണി തുടങ്ങിയിട്ട്. ഇത് അങ്ങനെ പെട്ടെന്നും തീരില്ല. ഇറ്റ്സ് എ ലോങ് ഡ്രോൺ ഔട്ട് ഭാഗമാണ്. ഒരു കോൾഡ് ഭാഗം പോലെ ഇടക്കൊന്ന് പൊട്ടിത്തെറിച്ച് അങ്ങ് പിന്നെ പതുക്കെ അങ്ങ് തൽക്കാലം ക്ഷമിക്കും. പിന്നെ ആർക്കെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഹമാസിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് പിന്നെ അവിടെ പൊട്ടിത്തെറി ഉണ്ടാക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇതുകൊണ്ട് ഈ ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത് മാറാൻ പോകുന്നില്ല. അതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് 2 നാഷൻ തിയറിയാണ്. അതിപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പാണെങ്കിൽ അവർ 6 ഡേ വാറിന് മുമ്പാണെങ്കിൽ അവർ അംഗീകരിക്കുന്നത്. ഇനി അവർ അംഗീകരിക്കാൻ സാധ്യതയല്ല. ഇനിയുള്ളത് ഈ വെസ്റ്റ് ബാങ്കും ഗാസയും കൂടി ഇസ്രായേലിലെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു പരിമിതമായ ഓട്ടോണമിക്ക് അവർ കൊടുത്തുള്ള ഒരു പ്ലാനാണ് ഇനി വർക്കൗട്ട് ആവാൻ സാധ്യത. അതും ഇസ്രായേൽ എത്രത്തോളം അംഗീകരിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇസ്രായേൽ അംഗീകരിച്ചാൽ ഇവർ അംഗീകരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവരെ വെച്ചുകൊണ്ട് മറ്റ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ കളിക്കുന്നുണ്ട്, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി അറബ് രാജ്യങ്ങളുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ അറബികളുടെ ആത്മാഭിമാനത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണല്ലോ ഈ പോരാട്ടം അവർ നടത്തുന്നത്. അങ്ങനെയാണ് ഈ അറബി രാജ്യങ്ങൾ എന്തിനാ ഈ 4 കഷ്ണമായി മാറിയത്? ഇനി ഇസ്ലാമിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ പോരാട്ടം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്ലാമിക ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഒട്ടോമൻ തുർക്കികളുടെ അണ്ടറിലായിരുന്നു ആ പ്രദേശം. അന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്താണ് സൗദി അറേബ്യയിലെ രാജാവ് ഉണ്ടായത്. അത് നിങ്ങൾ ലോറൻസ് ഓഫ് അറേബ്യ സിനിമ ഉണ്ട്. ഇയാൾ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്ന ആളല്ലേ. ആ ലോറൻസ് ഓഫ് അറേബ്യ സിനിമ ഉണ്ട്. അതിലെ കഥ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി, ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവർ ഈ പറഞ്ഞ ഇസ്ലാമിക സ്നേഹവും ഈ അറബ് സ്നേഹമൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ അവരുടെ ആഫ്റ്റർ ഓൾ ഇവർക്കൊക്കെ ഉള്ള താല്പര്യം വെച്ചാൽ ഇവരുടെ ദേശീയ താല്പര്യങ്ങളാണ്. അപ്പോൾ ആ ദേശീയ താല്പര്യങ്ങൾക്ക് ഗുണകരമാകുന്ന സമയത്ത് അവർ ഇസ്ലാമിക സ്നേഹം വരും. അങ്ങനെ ഗുണകരമാകുന്ന സമയത്ത് അറബ് സ്നേഹം വരും. ഇത്രയും അതിൻ്റെ കാര്യമുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഇറാൻ അവർക്കെതിരെ തൊടുത്തുവിട്ട ആയുധങ്ങളുടെ മഹാഭൂരിപക്ഷവും ആകാശത്ത് വെച്ച് തന്നെ ഈ പ്രൊജക്ടൈൽസിനെ തകർത്ത് ജോർദാനാണ്. ജോർദാൻ എന്താ പറയുക, ഞങ്ങളുടെ ടെറിട്ടറിയിൽ വീഴുമെന്ന് പിടിച്ചു. സംഭവം അതൊന്നല്ല. ഇറാൻ ഇവർക്ക് പേടിയായി. ഇറാൻ ഷിയ രാജ്യമാണ്, ഇവർ സുന്നി രാജ്യമാണ്. അപ്പോൾ ഇറാൻ ഇഷ്ടമല്ല, ഇറാൻ്റെ ശക്തിയെ വളർന്നു എന്ന് അവർക്ക് ഇഷ്ടമല്ല. അതാണ് ഒരു കാരണം. രണ്ട്, ഇസ്രായേലിനെ പിണക്കാൻ ഇഷ്ടമല്ല. സൗദി അറേബ്യയാണ് ഇതിനാവശ്യമായ ഇന്റലിജൻസ് ഇൻപുട്സ് ഇസ്രായേലിന് കൈമാറിയത് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നലെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ടൈംസ് ഓഫ് ഇന്ത്യ ഇസ്രായേലായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നല്ല ബന്ധം ഉണ്ടാക്കാൻ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്ഥാപിക്കാൻ വേണ്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2023 തൊട്ട് സൗദി അറേബ്യയാണ് ഈ വഹാബിസ്റ്റ് തീവ്ര മുസ്ലിങ്ങളുടെ ഹെഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ മക്കയൊക്കെ അവിടെയാണല്ലോ ഉള്ളത്. മക്ക തീവ്ര മുസ്ലിങ്ങളുടെ സ്ഥലമൊന്നല്ല, മക്ക നമ്മളെപ്പോലുള്ള മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. പക്ഷെ തീവ്ര മുസ്ലിങ്ങളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, സൗദി അറേബ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയും മദീന അവിടെ ആയിപ്പോയെന്നേ ഉള്ളൂ. അപ്പം ഇത് ആഫ്റ്റർ ഓൾ ഇവരുടെയൊക്കെ ദേശീയ താല്പര്യം അനുസരിച്ചിരിക്കും. അതല്ലാതെ ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രത്യേക പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മളെ വിദ്യ തന്നെ. അതെ. പിന്നെ എന്തുകൊണ്ടായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾ എടുക്കുന്ന സമയത്ത് ഖത്തർ പ്രതികരിച്ചു, റൊമാനിയ പ്രതികരിച്ചു, ബ്രിട്ടൻ വന്നിട്ട് വിഷയത്തിൽ ഇടപെടുന്നു, ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി അവിടെ എത്തുന്നു, അമേരിക്ക വിഷയത്തിൽ ഇടപെടുന്നു. ഇങ്ങനെ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സമാധാനം സ്ഥാപിക്കാനെന്ന രീതിയിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് മറ്റേ ഈ പടത്തില് പാക്കുന്നിളിക സിനിമയിൽ അരിശ്രീ അശോകൻ പറഞ്ഞ പോലെ എനിക്ക് 2 തവണ ഞെട്ടാൻ അറിയില്ലെന്നോ അറിയുന്നുണ്ട്. ഇവള് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദിലീപിനോട് പറഞ്ഞു ഞാൻ ഒരു തവണ ഞെട്ടിയത്. അപ്പോൾ എനിക്കിതിൽ വലിയ ഞെട്ടലൊന്നുമില്ല. ഇതൊരു സ്റ്റേജ്ഡ് വാറാണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ബിഗ് ബോസ് കളി പോലെയാണ്. ബിഗ് ബോസ് കളി സ്ക്രിപ്റ്റഡ് അല്ലാന്ന് അവർ പറയും, എനിക്ക് ഫീൽ ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിട്ടായിരുന്നു. അപ്പം ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു പൊട്ടിത്തെറി. ഞാൻ പറഞ്ഞു ഇവരുടെ ആർക്കെങ്കിലും നെതന്യാഹുവിന് അവിടെ ഒരു രാഷ്ട്രീയമായിട്ട് ഭീഷണി വരുന്ന സമയത്ത് ഹമാസിന് അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഇയാൾ സമ്മതിക്കും. ഹമാസിന് ഇവിടെ എന്തെങ്കിലും ഒരു പൈസന്റെ ആവശ്യം മറ്റോ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഇവർ തയ്യാറാവും. അപ്പോൾ ഹമാസിനോട് കഴിഞ്ഞ തവണ സംഭവിച്ചത് നെതന്യാഹുവിന് പ്രശ്നം വന്ന് അപ്പോൾ ഹമാസിനോട് വന്ന് നിങ്ങൾ അടിച്ചോ, ഞങ്ങൾ കണ്ണടിച്ചോളാം. പക്ഷെ ഹമാസ് അവിടെ കയറി എന്ന് താണ്ടവാടി കിട്ടിയ സമയത്ത് അവർ അങ്ങനെ കൈവിട്ടു പോയത്. അത് നെതന്യാഹുവിന് ഗുണമായി. അപ്പോൾ അയാളായിട്ടും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ലോകരാജ്യങ്ങൾ ഇടപെടും. അമേരിക്ക ഇസ്രായേലിന് സപ്പോർട്ട് പ്രഖ്യാപിക്കും. പിന്നെ അവർ വന്ന് പറയും വലിയ രീതിയിൽ നരഹത്യയിലേക്കൊന്നും പോകരുത്, സമാധാനം ഉണ്ടാക്കണം, ഇസ്രായേലി കേൾക്കില്ല. അപ്പം നമ്മളെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സത്യത്തിൽ കുറച്ച് ജെന്യൂൻ നമ്മളൊക്കെയാണ് ഈ വിഷയത്തിൽ. ഇതങ്ങനെ തീർന്നു കിട്ടണം നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ നിലപാട് നമ്മൾ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ പരസ്യം ജനതയോടൊപ്പം നിന്ന് നമ്മൾ ഹമാസിനെ തള്ളിപ്പറയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള നിലപാട് നമ്മൾ കൊടുക്കും. ഇവിടെ വേറെ ചില ഇവിടെയുള്ള സ്വന്തം രാഷ്ട്രീയ താല്പര്യം നോക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ പിന്നെ എന്താണ് ഹമാസും പലസ്തീനാന്ന് പറയും. ഹമാസ് പലസ്തീനല്ല, മനസ്സിലായില്ലേ? ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്.
അപ്പം ഇതിങ്ങനെ നാടകമാണ്. ഇത് ഇവിടെ തൊട്ട് ഇവിടുത്തെ പഞ്ചായത്ത് തൊട്ടിട്ട് ഐക്യരാഷ്ട്രസഭയിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കും. ഇതാർക്കും ഇത് സോൾവ് ചെയ്യണമെന്നില്ല. സോൾവ് ചെയ്യണത് തീരാ പറ്റാത്ത പ്രശ്നമുണ്ടോ? അതെ, ശരിയാണ് സാറ് പറഞ്ഞത്. ഇപ്പൊ ഇസ്രായേലിന്റെ ഇപ്പം നെതന്യാഹു ആണെങ്കിലും നെതന്യാഹു സാറ് പറഞ്ഞ ഈ പറഞ്ഞ നരേറ്റീവിന്റെ ഭാഗമായിട്ട് ദിവസവും ഈ മാധ്യമങ്ങളിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾ ഇന്ന് പിൻവാങ്ങില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ലോകരാജ്യങ്ങൾ പറഞ്ഞു അടിക്കല്ലേ, ഇല്ല ഞങ്ങൾ അടിക്കും. ഇത് എന്നാണ് ഇത് അവസാനിക്കുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ സാർ. ഈ നെടുമുടി വീണ് അടുത്തൊന്നും തേങ്ങ പൊട്ടിക്കില്ല. നെടുമുടി വീണ് തേങ്ങ പൊട്ടിക്കണമെങ്കിൽ പിന്നെ ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായത് നടക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ തേങ്ങ പൊട്ടിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതല്ലാതെ ഇവർ പൊട്ടിക്കില്ല. പൊട്ടിക്കും അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. 3-ാം ലോക മഹായുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം ലോകത്ത് ഒരുവിധം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം സ്ട്രോങ് ന്യൂക്ലിയർ ആർസണൽസ് ഉള്ള ന്യൂക്ലിയർ പവേഴ്സ് ആണ്. ഇവരിത് ഉപയോഗിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലൊന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ വീടുള്ള കുറച്ച് ആളുകൾ, എലോൺ മസ്കിനൊക്കെ പോലുള്ള ആളുകൾ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി അങ്ങോട്ട് പോയി. നമ്മൾ ഉണ്ടാവില്ല. തിരുവനന്തപുരത്ത് ഒരു അറ്റം ബോംബ് വീണ് ഇപ്പം വളരെ എളുപ്പം പാകിസ്ഥാൻ ആക്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ, പിന്നെ ഒന്ന് കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം. കാരണം അറബിക്കടൽ തീരത്ത് കറാച്ചിയിൽ നിന്ന് അവർക്കൊരു ടെറൈൻ മാപ്പിംഗ് നടത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ കടലിൽ താഴ്ന്ന് പറന്നുകൊണ്ട് യുദ്ധവിമാനങ്ങൾ അയച്ചിട്ട് പിന്നെ ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്താൽ മതി, അത് പറ്റും. ടെറൈൻ മാപ്പിംഗ് എന്നാണ് പറയാം. ഇതിൽ പെടില്ല, റഡാറിൽ പെടില്ല. അതല്ലെങ്കിൽ അവർക്ക് പിന്നെ ഈ പറഞ്ഞ മിസൈലും അയച്ചാൽ മതി, എളുപ്പം എത്തിത്തരാൻ പറ്റും. അപ്പം അങ്ങനെ ഈ തിരുവനന്തപുരത്ത് ഒരു ആറ്റം ബോംബ് വീണ് വിചാരിച്ചു, ഏറ്റവും ചുരുങ്ങിയ 10 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാവരും ഭസ്മായി പോകും വിത്തിൻ സെക്കൻഡ്. ഞാനും നീയൊക്കെ നമ്മളറിയില്ല, നമ്മൾ ഭസ്മായി തീരും. അപ്പം അങ്ങനെ ഭസ്മായി തീരുന്നതാണ് നല്ലത്. കാരണം 35-40 കിലോമീറ്റർ പരിധിയുള്ള ആളുകളൊക്കെ തൊലി മൊത്തം ഉരുകിപ്പോവും. ജപ്പാനിൽ സംഭവിച്ച ഈ തൊലി മൊത്തം ഉരുകിയെന്ന് അവരൊക്കെ കടലിൽ ചാടി കടൽ തിളക്കിയാണ്. നിങ്ങൾ പറഞ്ഞ അത്ര എളുപ്പമല്ലേ ഈ യുദ്ധം? ആറ്റമി പോകുമ്പോൾ നിങ്ങളെന്ന് വിചാരിച്ച് പലരും കേൾക്കും, മോഡിജി അങ്ങോട്ട് കയറും, അണ്ടന്മാരുടെ കയ്യിൽ ഇതുണ്ട്, മോഡിക്ക് അറിയാം. അവിടെ ഉള്ള ആളുകൾ നവാസ് ഷെരീഫിനോട് പറയും, ഷെരീഫ് ഭായ് അങ്ങോട്ട് കയറി അടിക്കുന്നു, മോഡിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിറ്ററൻസ് ഉള്ളതുകൊണ്ട് ഇവരിപ്പം ഫുൾ ഫ്ലഡ്ജിൽ വാറിന് പോകാത്തത്. പിന്നെ ഭാഗ്യത്തിന് ഈ പറയുന്ന ഇമ്രാൻഖാൻ പോണിലും ആണെങ്കിൽ ഇവർക്ക് അത്യാവശ്യം സെൻസ് ഉണ്ട്, ഇതിന്റെ ആപത്ത് എന്താണെന്ന് ഇവർക്ക് അറിയാം. പക്ഷെ നാളെ അവരെ മാറ്റി മതഭ്രാന്തന്മാരുടെ കയ്യിലേക്ക് പാകിസ്ഥാൻ പിന്നെ ഭരിക്കുന്ന ഇപ്പോഴും ആർമിയാണ്. ആർമി ഭരിക്കുന്ന ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. കാരണം കുറച്ച് സെൻസിബിൾ ആണ് അവർ. മതഭ്രാന്തന്മാർക്ക് സെൻസ് ഇല്ല. അവൻ ഓൾറെഡി പിന്നെ എന്താണ്, അവന്റെ മതത്തിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വലിയ സംഭവം കിട്ടും വിചാരിച്ച് നടക്കുന്നവനാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നോക്കില്ല, അവനിതെടുത്ത് ഉപയോഗിക്കും. ഇന്ത്യയിൽ ഒരു മതഭ്രാന്തൻ ഇവിടെ ഉണ്ടല്ലോ കാരണം ഈ പറഞ്ഞ ശ്രീരാമസേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭ്രാന്തന്മാർ. അപ്പൊ ഈ RSS ഇവിടെ ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ മതഭ്രാന്തിലേക്ക് വലിയ പരിധി വരെ പോകാത്തത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ശ്രീരാമസേനക്കാരനാക്കി ഇവനും പഴയ സ്ഥലത്ത് താലിബാൻ ഇഷ്ടപ്പോലെ ഇവനും കാക്കിയത് ഉള്ള സാധനം എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കും. പിന്നെ ഈ ലോകത്ത് നിൽക്കാൻ പറ്റില്ല. ഈ ആറ്റം ബോംബിന് അറിയില്ലല്ലോ, ഈ സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്റർ എന്ന് കൊച്ചേനീഫ് പറഞ്ഞോളെ. ആറ്റം ബോംബിന് അറിയില്ലല്ലോ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വിട്ട ആറ്റം ബോംബ്, അപ്പം മുസ്ലിമാണ്, അതൊക്കെ ഹിന്ദുവാണ്, ഇവനെ കൊല്ലാതെ ആറ്റം ബോംബ് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പൈസ ആറ്റം ബോംബ് വിട്ടു, ആ മുസ്ലിമാണ്, അവനെ കൊല്ലാതെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതാണ് കാര്യം. ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ജനങ്ങൾക്കുണ്ടാവുന്ന ഹാനികരമായിട്ടുള്ള സംഭവങ്ങൾക്കൊപ്പം തന്നെ പല ചരിത്ര സ്മാരകങ്ങളും ഇല്ലാതാവുന്നുണ്ട്. അതിപ്പോ നമുക്ക് താലിബാന്റെ കാര്യം എടുത്താൽ അഫ്ഗാനിസ്ഥാനിലെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളാണ്, ഇപ്പോൾ അൽബാഷ കൊട്ടാരം തകർക്കപ്പെട്ടു, അവിടെ നെപ്പോളിയൻ അവിടെ വന്നിട്ട് കിടന്നുറങ്ങിയതിന്റെ പേരിലൊക്കെ തന്നെ വലിയ വാർത്തകൾ, മീൻസ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊട്ടാരമാണ്. അവിടെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഗാസയിലാണ് ആ കൊട്ടാരം ഉള്ളത്. ഒരു സമയം കഴിയുമ്പോൾ ഇസ്രായേൽ അങ്ങോട്ടേക്ക് പലസ്തീനികളെ വിടുപോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവകാശം അവരാണ് ഏറ്റെടുത്തിരുന്നത്. ആ കൊട്ടാരം തകർക്കപ്പെടുകയും ആ അവശിഷ്ടങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇസ്രായേൽ നീക്കി എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ചരിത്രവും ഇല്ലാതാവുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധങ്ങളുടെ അബദ്ധത്തിൽ ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ സഭയെ ഒക്കെ നിലനിർത്തിക്കുമ്പോൾ ഒരു വലിയ കാലഘട്ടം നിലനിർത്തിയ വിശുദ്ധ റോമൻ എംപയർ ഉണ്ടായിരുന്നു യൂറോപ്പിൽ. അത് ആസ്ട്രിയ ആസ്ഥാനമാക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ഷാർലിമീൻ എന്ന് പറഞ്ഞത്. അവരെ അങ്ങനെ പറ്റി ചവിട്ടുനാടൻ കണ്ടു. അപ്പോൾ ഈ ഷാർലിമീൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നു ആക്സില ചാപ്പൽ. അത് 1-ാം ലോക മഹായുദ്ധത്തിലെ ബോംബിങ്ങിനിടെ നശിച്ചു പോയി. എല്ലാം ക്രിസ്ത്യാനികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത ക്രിസ്ത്യാനികളാണ്. അത് ആക്സിഡന്റലി സംഭവിച്ചതാണ്. പിന്നെ ബോധപൂർവം നശിപ്പിക്കും. ബാമിയാൻ പ്രതിമകൾ തകർത്തില്ലേ, അത് ബോധപൂർവം ചെയ്തതാണ്. ഇസ്ലാമിനെതിരാന്നുണ്ട്. അവർ പള്ളികൾ തകർത്തിട്ട്, പഴയ ഇസ്ലാമിക സ്മാരകങ്ങൾ തന്നെ തകർത്തിട്ടുണ്ട്. തുമ്പിക്കിയിലൊക്കെ ഉള്ള പഴയ സ്മാരകങ്ങൾ, ഖലീഫ ഉമ്മർ നിർമ്മിച്ച പള്ളി എന്നൊക്കെ പറയുന്ന പള്ളികളൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദികൾ, അൽ ഷബാബ് ഗ്രൂപ്പാണെന്ന് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിലും മോശമൊന്നുമല്ല. ഇപ്പം ഡൽഹിയിലൊക്കെ തന്നെ ഡിമോളിഷൻ്റെ പേരിൽ ചില 10-500 വർഷം മുമ്പുള്ള ഇസ്ലാമികമായിട്ടുള്ള ചെറിയ കെട്ടിടങ്ങളുണ്ട്. ഈ ഡൽഹി സുൽത്താൻമാരൊക്കെ അത് തകർക്കപ്പെടുന്നുണ്ട്. അപ്പം ഇത് തകർക്കപ്പെടുന്ന കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇസ്ലാമിക സ്ട്രക്ചർ എന്ന രീതിയില്ല. അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ചരിത്രം എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചരിത്രം കാലത്തിൽ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ ജീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജൂതൻ്റെ ജീനുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ജീനും ക്രിസ്ത്യൻ ജീനും ഹിന്ദു ജീനും എല്ലാ ജീനും ഉണ്ടാവും. ഇത്തരം മതം ജനറ്റിക്കൽ മിക്സർ നടത്തിയ സ്ഥലമല്ല. അപ്പം എന്നെ ഒരുമിച്ച് ഫ്രെയിമിൽ നിർത്തി കഴിഞ്ഞാൽ ഏത് മതമാണെന്ന് അറിയാൻ പറ്റും, ഏത് റേസാന്ന് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ജനറ്റിക്കൽ മിക്സർ നടത്തിയ സ്ഥലമാണ്. എൻ്റെ കയ്യിലുണ്ട് ആര്യൻ ജീന്, നിന്റെ കയ്യിലുണ്ട് ആര്യൻ ജീന്, എൻ്റെ കയ്യിലുണ്ട് നിയാണ്ടർത്താൽ ജീന് 2% മറ്റോ, നിന്റെ കയ്യിലുണ്ട് നിയാണ്ടർത്താൽ ജീന്. മനസ്സിലായി? നമ്മൾ പ്രത്യേക കുടുംബങ്ങൾ ജനിച്ചതുകൊണ്ട് നമ്മൾ ഹിന്ദു മുസ്ലിമോ ഒക്കെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ പ്രാന്തായി പോകും. ജീനിൽ കയറിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന പ്രാന്തന്മാരുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെ എന്തുകൊണ്ടത് സംഭവിച്ചു നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്ക് ഇവിടെ പടയോട്ടക്കാർ പിന്നെ വൃത്തികേടുകൾ കാണിച്ചിട്ട് ആളുകളെ കൊന്നിട്ടൊക്കെ ഉണ്ട്. അതിന് നമ്മൾ തള്ളിക്കളയും വേണം. അത് അന്നത്തെ കോണ്ടക്സ്റ്റ് കാണുകയും വേണം, തള്ളിക്കളയും വേണം. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഹിന്ദു രാജാക്കന്മാർ ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്, ഇപ്പം മുസ്ലിം രാജാക്കന്മാർ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും അവസാനം വരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഈ ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർക്കെതിരെ അയാളെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ പിന്നെ അയാൾക്കെതിരെ ബ്രിട്ടീഷുകാരോടൊപ്പം ഫൈറ്റ് ചെയ്ത് ആരറിയോ? ഹൈദരാബാദ് നിസാമ. അയാൾ ഭയങ്കര മുസ്ലിംസാണ്. ഈ പറയുന്ന ഒവൈസിയൊക്കെ അല്ലേ, ഇപ്പരൊക്കെ വോട്ട് പോയാൽ ഹൈദരാബാദ് സുൽത്താൻമാരിലെത്തും. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ തന്നെ പഴശ്ശിരാജ് ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് മറാഠയിലുള്ള ആളുകളല്ലാതെ മറാഠയിലെ ആളുകൾ പിന്നെ സർദാർമാരൊക്കെ ഹിന്ദു സർദാർമാരായ ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ യുദ്ധത്തിൽ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിം അങ്ങോട്ട് നിർത്തി ഹിന്ദുവിനെ അങ്ങോട്ട് നിർത്തി അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ അടുത്ത് സെൻട്രൽ ഏഷ്യയിൽ യുദ്ധമുണ്ട്, അസർബൈജാൻ ആ യുദ്ധത്തിൽ സഹായിച്ച ആരാ അറിയോ? ഇറാനാണോ ഇസ്രായേൽ ആയിരിക്കും? അസർബൈജാൻ മുസ്ലിം കൺട്രി ആരായിരിക്കും? ചിന്തിക്കുന്ന ഇറാനൊന്നും അല്ല, ഇസ്രായേലാണ് സഹായിച്ചത്. ഇസ്രായേൽ അല്ല, കാരണം അവിടെ തുർക്കിക്ക് ഇൻഫ്ലുവൻസ് കൂടി വരുന്നു. അത് ഇസ്രായേലിന് വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇതാണ് ലോകരാഷ്ട്രം. നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് ഹിന്ദുക്കളെല്ലാം ഒരു ലൈന്, മുസ്ലിങ്ങളെല്ലാം അങ്ങനെ ഒന്നും അല്ല ഇത്. അപ്പം നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾ ചില കോൺസെപ്റ്റുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ RSSന് ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. മുസ്ലിംസ് പൊതുവെ RSS എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അതിൽ അവർ പറയുന്നത് ഈ കൾച്ചറൽ നാഷണലിസത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് പോകാനുള്ള സ്പേസ് ഉണ്ട്. അതേസമയം തന്നെ RSSന്റെ വിമർശകർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന സമയമാണ് ആഭ്യന്തര ശത്രുക്കൾ എന്നുകൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഇവിടെ അടിച്ചോടിക്കണം. അത് അവർ തന്നെ അത് അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് വിഭജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഗുരുജി കോളുകൾക്ക് അത് അവർ തന്നെ പിന്നെ അത് എന്ത് ചെയ്തു, അത് പിന്നെ തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ അതിനൊന്നും ഇപ്പോൾ റെലവൻസ് ഇല്ല. ഇപ്പം മോഹൻജി ഭഗവത് എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് എല്ലാ പള്ളിയിലും പോയി നിങ്ങൾ ശിവലിംഗം അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സൂഫി നൈറ്റ്സ് കൊണ്ടുവരണം. പിന്നെ അവർ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏകാത്മ മാനവികവാദം, ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമാനിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ നാനാർത്ഥത്തിൽ ഏകത്വം ഈ കോൺസെപ്റ്റായിട്ട് ഒരുമിച്ച് പോകുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് വന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനാണ് കൾച്ചറൽ നാഷണലിസം. നമ്മൾ RSS പറയുന്നത് ചെയ്യാൻ തള്ളിക്കാതുണ്ടല്ലോ. നമുക്ക് എല്ലാ കാര്യത്തിലും പരസ്പരം കൊന്നെത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് സമാധാനത്തിൻ്റെയും സംയമനത്തിനെയും സമന്വയത്തിനെയും പാതയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഇപ്പം സാംസ്കാരിക ദേശീയത പറയുന്നത് എന്താ? നിങ്ങൾക്ക് നിങ്ങളെ മതം പ്രാക്ടീസ് ചെയ്യാം. ഹിന്ദുക്കളുടെ ഇടയിൽ കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവിനെയോ യഹോവേനൊക്കെ നിങ്ങൾ കൂട്ടിക്കൊള്ളു. നമുക്ക് പ്രശ്നം നമ്മുടെ സാംസ്കാരിക ധാരയുടെ ഭാഗമായി എന്നാൽ മതി. പക്ഷെ പല RSSകാർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ള പ്രശ്നം. അതുകൊണ്ടാണ് മുസ്ലിംസ് ഗോ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. ഇനി പുത്തൻ കുറ്റിയാരെ കുറെ RSSകാരുണ്ട്. RSS അല്ല BJPക്കാർ. അവർക്കാണ് ഇത്. അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ പോകും. ലോകത്ത് വേറെ രാജ്യമൊന്നുമില്ലേ? എന്താ ജെറൂസലേമിലേക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് പോയിക്കൂടെ, ഫ്രാൻസിലേക്ക് പോയിക്കൂടെ? അപ്പം എനിക്ക് നല്ല RSSകാർ അറിയാം, ഇതൊക്കെ അറിയുന്ന RSS. അവർക്കൊക്കെ ഏതാണ്ട് എൻ്റെയൊക്കെ വ്യൂ പോയിട്ടാണ് ഈ പുത്തൻ. പക്ഷെ അവരൊന്നും വന്ന് ഇങ്ങനെ അലയ്ക്കാൻ നിൽക്കില്ല. ഈ അലയ്ക്കുന്നവരെ പുത്തൻ കുറ്റുകാരെ ആളുകൾ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്ത ആളുകൾ, അവർ വന്നാണ് ഈ അലയ്ക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റിലേക്ക് കയറിയിട്ട് പൈസയിലേക്കോ എന്നൊക്കെ പറയുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. പശ്ചിമേഷ്യയിലെ സമാധാനം, അവിടുത്തെ ജനങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പശ്ചിമേഷ്യയിൽ എന്നായിരിക്കും സമാധാനം പുലരുക? അത്ര എളുപ്പമൊന്നുമല്ല. അത് ഈ യുവമാരുടെ ഈ ചെകുത്താൻ ചിന്തകൾ മാറും. നമ്മൾ ബേസിക്കലി നമ്മളെല്ലാം നല്ല മതവിശ്വാസികളായിരിക്കും. പക്ഷെ നമ്മൾ ഈ മതവിശ്വാസികൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ജീസസിൻ്റെ ഫോട്ടോ വെക്കുകയും ജൂദാസിനെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മുഹമ്മദ് നബിയെ റെസ്പെക്റ്റ് ചെയ്യുകയും എന്നാൽ ദജ്ജാലിൻ്റെ മനസ്സ് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. രാമൻ്റെ മുന്നിൽ വിളക്ക് കത്തിക്കുക എന്ന രാവണൻ്റെ മനസ്സുള്ള ആളുകളാണ് നമ്മൾ. നമ്മൾ ഭയങ്കര ഹിപ്പോക്രാറ്റുകളാണ്. നമ്മളിൽ നിന്നാണ് സൊസൈറ്റി ഉണ്ടാകുന്നത്. ഈ സൊസൈറ്റി എന്ന രാജ്യം ഉണ്ടാകുന്നത്.
ഈ ലോകരാഷ്ട്രങ്ങൾ ഈ ലോകം നന്നാവണം എന്ന് അവർക്ക് എന്ന് തോന്നുന്നു അതുവരെ ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ പ്രശ്നം വേണം, മനസ്സിലായോ? അവർക്ക് യൂറോപ്പിൽ വലിയ സമാധാനമുള്ള സ്ഥലമാണ്. അവിടെ ഒരു അഫ്ഗാനിസ്ഥാൻ വേണ്ടി, അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്, ഉക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത്. അത് തീർക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ലല്ലോ, രണ്ടു കൂട്ടം തയ്യാറാവുന്നില്ല. ഈ റഷ്യക്ക് വേണമെങ്കിൽ 2 ദിവസം കൊണ്ട് അടിച്ചു തീർക്കാവുന്ന പ്രശ്നമില്ല, അവരും തീർക്കില്ല. അപ്പം ഇവർക്കൊക്കെ ഇത് ആവശ്യമാണ്. അപ്പം മനുഷ്യൻ രാമന്റെയും മുഹമ്മദ് നബിയുടെയും അതുപോലെ തന്നെ ജീസസിന്റെ ഒക്കെ വഴിയിലൂടെ എന്ന് പോകുന്നുവോ അന്ന് ഈ പ്രശ്നം തീരുള്ളൂ. അത് തീർക്കാൻ പറ്റാത്ത പ്രശ്നം തന്നെ, തീർക്കാൻ നമ്മൾ വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മൾ വിചാരിക്കുകയല്ല. കാരണം നമ്മൾ ദൈവത്തിനെ ആരാധിക്കുകയും പിശാചിനെ മനസ്സിൽ നമിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.